ചെറുകഥ കുന്നിൻപുറത്തെ ശാന്തേച്ചി. രചന ദിവാകരൻ PK പൊന്മേരി. മുറുക്കാൻ ചവച്ച് മുണ്ടുമടക്കി കുത്തി ശാന്തേച്ചി നീട്ടി തുപ്പി. അതേടാ ശാന്ത, അങ്ങനെ തന്നെയാടാ സമ്പാദിച്ചത്. വാടാ, നിന്റെ ചൊറിച്ചിൽ ഇപ്പൊ മാറ്റിത്തരാ, ഇങ്ങ് വാ. ശാന്ത കലിതുള്ളിക്കൊണ്ട് ഓലമേഞ്ഞ കൊച്ചു കൂരയ്ക്കകത്തു നിന്നും ചാടിയിറങ്ങി. അപ്പോൾ ആകാശം മുറുക്കിത്തുപ്പിയ പോൽ ചുവപ്പണിഞ്ഞു. സന്ധ്യമയങ്ങുമ്പോൾ ഇത് പതിവാണ്. സമീപത്തെ ചെറുപ്പക്കാർ മറഞ്ഞു നിന്ന് ശാന്തയെ ദേഷ്യപ്പെടുത്താൻ വല്ലതും വിളിച്ചു കൂകും. എന്നാൽ പകൽ സമയത്ത് അതേ ആൾക്കാർ ശാന്തയുടെ വീടിനോട് ചേർന്ന് നടത്തുന്ന ചായക്കടയിൽ ഒന്നുമറിയാത്ത ഭാവത്തിൽ ശാന്തേച്ചേ ഒരു ചായ എന്ന് പറഞ്ഞു വരും. 50-നോടടുത്ത് പ്രായമുണ്ടെങ്കിലും മാതകറാണിയാണ്. മൂക്കുത്തിയും കയ്യിൽ കരിവളയും മേൽപോട്ട് ചുരുട്ടിക്കെട്ടിയ മുടിയും വെളുത്തു നിറഞ്ഞ തുളുമ്പും മാറിടവുമുള്ള ശാന്തേച്ചി ഒരു മാതകറാണിയാണ്. മുറുക്കിച്ചു വന്ന ചുണ്ടുമായി വളരെ ശാന്തയായി മതാല സ്വഭാവത്തോടെ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. എന്താ മക്കളെ വേണ്ടത് എന്ന് ചോദിച്ച് ഒരു കുണുങ്ങലുണ്ട്. പറ്റക്കണക്ക് കൂടുമ്പോൾ ശാന്തേച്ചിയുടെ മുഖം മാറുമെങ്കിലും വീണ്ടും കടം പറഞ്ഞു വന്നാൽ ശാന്തയുടെ മനസ്സലിയും. ചില കിളവന്മാർ ശാന്തയുടെ കടയിലെ നിത്യ സന്ദർശകരാണ്. അവരും ശാന്തേച്ചി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. അത് ശാന്തയ്ക്ക് ഇഷ്ടമാണ്. അവർ ഒരു ചായ മാത്രം വാങ്ങി അറിയാത്ത ഭാവത്തിൽ ശാന്തയെ നോക്കിക്കൊണ്ടിരിക്കും. അവരുമായി ലോകകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ശാന്തയുടെ അന്നത്തെ ദിവസത്തെ തുടക്കം. ഓ, ശാന്തേച്ചിയെ പരിചയപ്പെടുത്തിയില്ലല്ലോ. കുന്നിൻപുറത്ത് ഗോപാലന്റെയും നാണിയുടെയും 2 മക്കളിൽ മൂത്തവളാണ് ശാന്ത. ഒരേയൊരു ആങ്ങള എന്നോ നാടുവിട്ട് പട്ടണത്തിൽ വലിയ ഉദ്യോഗം വഹിക്കുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞറിഞ്ഞത്. 1-2 വട്ടം നാട്ടിൽ വന്നെങ്കിലും മിന്നായം പോൽ വന്നുപോയതുകൊണ്ട് നാട്ടുകാർക്ക് മുഖം ഓർമ്മയിൽ നിന്ന് പോലും മാഞ്ഞുപോയി. ശാന്തയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടപ്പോൾ ശാന്ത ഒറ്റയ്ക്കുള്ള ജീവിതമാണ് നയിച്ചു വന്നിരുന്നത്. എന്നാൽ ഒരു നാൾ ഭിക്ഷയാചിച്ചു വന്ന തമിഴ്നാട്ടുകാരി സ്ത്രീയും 10 വയസ്സുള്ള കറുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടിയും കടന്നു വന്നു. അവളുടെ പേര് ചോദിച്ചപ്പോൾ ചെമ്പകമെന്ന് നാണം കുണുങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോൾ ശാന്തയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവളെ വാരിയെടുക്കാൻ തോന്നിയെങ്കിലും മുഷിഞ്ഞ വേഷം ശാന്തയുടെ മനസ്സ് വിലക്കി. അവർക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുത്തു. പോകുമ്പോൾ ചുരുട്ടിപ്പിടിച്ച ഏതാനും നോട്ടുകളും കയ്യിൽ വെച്ചു കൊടുത്തവരെ യാത്രയാക്കി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ശാന്തയുടെ കാതിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയെത്തി. ഭിക്ഷയാചിച്ചു വന്ന സ്ത്രീ ഒരു അപകടത്തിൽ തൽക്ഷണം മരണപ്പെട്ടെന്ന വാർത്തയായിരുന്നു അത്. അനാഥയായ പെൺകുട്ടിയെ നാട്ടുകാരുടെ സമ്മതത്തോടെ ശാന്ത ഏറ്റെടുത്തു. ഒരു കുറവും വരുത്താതെ സ്വന്തം മകളാക്കി വളർത്തി. പാവങ്ങളായതുകൊണ്ട് ചെമ്പകത്തിൻ്റെ അമ്മയുടെ കേസ് നിമിഷനേരം കൊണ്ട് തന്നെ തേഞ്ഞുമാഞ്ഞു പോയി. ആ 10 വയസ്സുകാരി ചെമ്പകം ശാന്ത വിളിക്കുന്ന മല്ലിക എന്ന തമിഴ് ബാലിക ഇന്ന് ആര് കണ്ടാലും നോക്കിപ്പോകുന്ന തരത്തിൽ അതിസുന്ദരിയായ യുവതിയായി മാറി. അവൾ തമിഴ് മറന്നു. ശാന്തയുടെ മനസ്സിൽ ദിവസം കഴിയും തോറും ഉത്കണ്ഠ നിറയാൻ തുടങ്ങി. തൻ്റെ മകളെ നല്ലൊരു കയ്യിലേൽപ്പിക്കണം. വരുന്ന ആലോചനകളൊന്നും ശാന്തയെ തൃപ്തിപ്പെടുത്തിയില്ല. എങ്കിലും തരക്കേടില്ലാത്തൊരു ആലോചന വന്നെങ്കിലും അവരുടെ അടക്കം പറച്ചിൽ ശാന്തയെ വല്ലാതെ വേദനിപ്പിച്ചു. ആർക്കറിയാം, പിഴച്ചുണ്ടായതല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാനതിന് കൂട്ടുനിൽക്കില്ല. നിങ്ങളുടെ ഇഷ്ടം. അവളുടെ മൊഞ്ച് കണ്ട് നിങ്ങൾ മയങ്ങിയെന്നറിയാം. കുറച്ചു കഴിയുമ്പോൾ അവളുടെ തനിക്കുണം കാട്ടുമ്പോൾ അറിയാം. ശാന്തയുടെ ബന്ധുക്കളുടെ രോഷപ്രകടനത്തിൽ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്തോ അന്ന് ശാന്തയുടെ നാവ് പൊങ്ങിയില്ല. നെഞ്ചു പിളരുന്ന വേദനയോടെ മറഞ്ഞു നിന്ന് ശാന്ത പൊട്ടിക്കരഞ്ഞു. മല്ലിക ശാന്തയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. മോളെ, എൻ്റെ ഗതിയാണല്ലോ നിനക്കും വരുന്നത്. ദൈവമേ, ഇതിനൊക്കെ എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? അമ്മ എന്തിനാണ് വിഷമിക്കുന്നേ? അതിനിപ്പോ എന്താ ഉണ്ടായേ? ഇല്ല, ഒന്നുമില്ല മോളെ. എന്നെപ്പോലായല്ലോ നീ. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. മോൾക്ക് ഞാനുണ്ട്. മോളെ നല്ലൊരാളെ ഏൽപ്പിച്ച് ഞാൻ മരിക്കും. വിഷമിക്കണ്ട കേട്ടോ. ഉറച്ച തീരുമാനമെടുത്ത പോലെ ശാന്ത കണ്ണു തുടച്ചു. അമ്മേ, അമ്മ വിഷമിക്കണ്ട. എനിക്ക് നല്ല സുമുഖനായ ഒരാൾ വരും. അതുവരെ അമ്മ ക്ഷമിക്കൂ. എന്നിട്ട് വേണം അമ്മയെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കൊള്ളും. എന്താ പോരെ? മുറുക്കിച്ചു വന്ന ചുണ്ടുകൊണ്ട് മല്ലികയുടെ കവിളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാന്ത ഒരു ഉമ്മ കൊടുത്തു. കാറിൻ്റെ നീട്ടിയ ഹോൺ ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. 2 പേരും കാറിനടുത്തേക്ക് ചെന്ന് ശാന്തയുടെ മുഖത്ത് നിലാവുദിച്ച പോലെ പ്രകാശം കണ്ട് മല്ലികയ്ക്കൊന്നും മനസ്സിലായില്ല. കാറിൽ നിന്നിറങ്ങി വന്ന സുമുഖനായ ചെറുപ്പക്കാരനെയും ശാന്തയെയും മാറി മാറി നോക്കി അന്തം വിട്ടുനിന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ തൻ്റെ ആങ്ങളയെ വിഭവങ്ങൾ നിരത്തി ഊട്ടിക്കുന്നതിനിടയ്ക്ക് മറഞ്ഞു നിൽക്കുന്ന മല്ലികയെ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. നാടുവിട്ടുപോയ വിവേകുന്ന ആങ്ങളയോട് മല്ലികയുടെ കഥ വാതോരാതെ മുഴുവൻ കഥയും പറഞ്ഞുകൊണ്ടേയിരുന്നു. 2-3 ദിവസം കാറിൽ ശാന്തയെയും മല്ലികയെയും കൊണ്ട് പല സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി. അതിനിടയിൽ
വിവേകും മല്ലികയും അടുത്തു എന്ന് മാത്രമല്ല, മല്ലികയെ താൻ വിവാഹം ചെയ്യാമെന്ന് വാക്കും കൊടുത്തു. ശാന്ത സന്തോഷം കൊണ്ട് മതിമറന്നു. പരിചയക്കാരെ എല്ലാം വിളിച്ച് ആവേശത്തോടെ തന്റെ ആങ്ങളയെ പരിചയപ്പെടുത്തി. അടുത്തുള്ള അമ്പലത്തിൽ വിവേകും മല്ലികയും പരസ്പരം തുളസിമാല ചാർത്തി. കടയിലെ സ്ഥിരം വരവുകാരും കുറച്ച് പരിചയക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എല്ലാവരുടെയും മുഖത്തൊരു ഉത്സവത്തിന്റെ പ്രസരിപ്പുണ്ടായിരുന്നു. ഇരുവരുടെയും കൈകൾ ശാന്ത ചേർത്ത് വെച്ച് കണ്ണിലപ്പോൾ സന്തോഷാശ്രു നിറഞ്ഞു. ഒരു കൂട്ടം ആൾക്കാർ, അതിൽ കിളവന്മാരും അവരെ യാത്രയാക്കാൻ കാറിനടുത്തേക്ക് നടന്നെടുത്തു. യാത്ര പറച്ചിലിനൊടുവിൽ കാർ മുൻപോട്ട് കുതിച്ചു. ശാന്ത കണ്ണു തുടച്ചുകൊണ്ട് ഏറെ നേരം ആ കാർ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ നോക്കി നിന്നു. ശാന്തയെ ചിരിപ്പിക്കാനായി ചെറുപ്പക്കാർ ചുറ്റിലും കൂടി. ശാന്തേച്ചേ, അങ്ങനെ പോയാലോ? ചെലവ് വേണം. ആരും അറിയാതെ ചുളുവിൽ കല്യാണവും നടത്തി മുങ്ങാനാണോ പ്ലാൻ? നടക്കില്ല ശാന്തേച്ചേ, നടക്കില്ല. ശാന്തയുടെ മുഖത്ത് അതുവരെ കാണാത്ത പ്രസാദം കണ്ട എല്ലാവരും ശാന്തയുടെ ചുറ്റും കൂടി നിന്നു. ഞാൻ എവിടെ പോകാൻ? എല്ലാവരും വന്നോളൂ. ഇന്ന് എന്റെ വക ഗംഭീര സദ്യ. എല്ലാവരും എന്നെ സഹായിക്കണം കേട്ടോ. ഞാനും വരട്ടെ ചേച്ചി. കൂട്ടത്തിലൊരുവൻ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചപ്പോൾ, എടാ നീയാണല്ലേ സന്ധ്യയ്ക്ക് കൂരയ്ക്ക് മുൻപിൽ വന്ന് നിന്ന് കുറുക്കനെ പോലെ ഓരിയിടുന്നത്? എല്ലാവരും പൊട്ടിച്ചിരിയോടെ ശാന്തയുടെ കൂരയിലേക്ക് നടന്നു. മുറുക്കിത്തുപ്പിയ മുറ്റമടിച്ചു വാരി ശാന്ത ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, എന്തൊരു വെടിപ്പ്! ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം മുറ്റമേ എപ്പോഴും. ഇനി ഞാൻ വെറ്റില മുറുക്കില്ല. സത്യം, സത്യം, സത്യം. കൂട്ടച്ചിരിയോടെ എല്ലാവരും സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഗംഭീര സദ്യയ്ക്ക് ശേഷം പൊട്ടിച്ചിരികളും കുശലം പറച്ചിലും ശേഷം ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങി. പടിഞ്ഞാറ് അസ്തമയ സൂര്യൻ തലചായ്ക്കാൻ തുടങ്ങി. ഇരുൾ പതുക്കെ ശാന്തയുടെ കുടിലിലേക്ക് മടിച്ചു മടിച്ചു കയറാൻ തുടങ്ങി. കാക്കകൾ കലപില ശബ്ദത്തോടെ എച്ചിലുകൾ കൊത്തിത്തിന്ന് മരച്ചില്ലയിലിരുന്ന് കലപില കൂട്ടാൻ തുടങ്ങി. ശാന്തയുടെ മനസ്സിൽ ഏകാന്തത കൂട്ടുകൂടാൻ തുടങ്ങി. അനന്തതയിൽ കണ്ണു നട്ട് ശാന്ത കുടിലിൻ വരാന്തയിൽ നീണ്ട നെടുവീർപ്പോടെയിരുന്നു.